കേണൽ എസ് ഡിനി, രാഹുലിൻ്റെ സോക്കോൾഡ് ആറ്റം ബോംബിൽ കിടുങ്ങിയോ നടുങ്ങിയോ ബി ജെ പി? ശ്രീ അനിൽ, ഇതിനകത്ത് നമ്മൾ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ സ്ഥലത്ത് ഞാൻ തുടങ്ങാം. അതായത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ ആ കാര്യങ്ങളെ ഫാക്ട്സ് കൊണ്ട് തന്നെ ഞാൻ കൗണ്ടർ ചെയ്യും, പൊളിറ്റിക്സ് ആയിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു എന്ത് സ്ഥിതിയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ശ്രീ രാഹുൽ ഗാന്ധി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം കൊണ്ടുവന്ന ഈ കാര്യത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഏകദേശം 2012 തൊട്ട് ഏകദേശം ഇപ്പം 2025 വരെ അദ്ദേഹം കോൺഗ്രസിനെ നയിക്കാനും പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്ത് ഏകദേശം 80 തെരഞ്ഞെടുപ്പെങ്കിലും മിനിമം ഒരു 80 തെരഞ്ഞെടുപ്പെങ്കിലും അദ്ദേഹം തോറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ അദ്ദേഹം തോറ്റിട്ടുണ്ട്. ഇൻക്ലൂഡിങ് നമ്മൾ ഇരിക്കുന്ന കേരളം ആദ്യമായിട്ടൊരു തുടർഭരണം കണ്ട ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പൊ മിനിമം ഒരു 80 ഇലക്ഷൻസ് തോറ്റ ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. അത് ഒരു വർഷം, അതൊരു ഫാക്ട് ആണ്. അതിനകത്ത് യാതൊരു 80 ചിലപ്പോൾ 89 ആവാം, ചിലപ്പോൾ 69 ആവാം, 70, ബട്ട് ദാറ്റ്സ് എ ഫാക്ട്. അതായത് അദ്ദേഹം ജയിച്ചേക്കാട്ടി കൂടുതൽ അദ്ദേഹം തോൽവികളാണ്. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ലോക്സഭ 2014, 2019, 2024. ഇതൊരു ഫാക്ട്. നൗ കം ടു ദ നെക്സ്റ്റ് തിങ്. അപ്പൊ ഈ കാര്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻകാല ക്രെഡൻഷ്യൽസ് ഒന്ന് നോക്കുക. സ്ഥിരമായിട്ട് ഭരണഘടനയെ ഒരു കൈവച്ച് പിടിക്കുകയും ഭരണഘടനയിലെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു മെത്തോഡിക്കലായിട്ട് അദ്ദേഹം അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നോക്കൂ, ഏറ്റവും ആദ്യം നോക്കൂ, ഇന്ത്യൻ ആർമിയുടെ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു തെറ്റൊന്നുമില്ല. പക്ഷെ അതിന്റെ ക്രെഡിബിലിറ്റിയെ തകർത്തുകൊണ്ട് അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കി. ലഡാക്കില് 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് പോയിരുന്നോ? അതങ്ങനെ ശരിയായിരുന്നോ? പക്ഷെ അദ്ദേഹം അങ്ങനെ പ്രസ്താവന നടത്തി. അതാണ് സുപ്രീം കോടതി അവിടെ ചോദിച്ചത്. അവിടെ നമ്മൾ എയർ സ്ട്രൈക്ക് നടത്തിയപ്പം എവിടെ തെളിവ്? ഇത് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പം നമുക്ക് എത്രമാത്രം റഫേൽ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സൈന്യം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ മൊറാലിനെയും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നിരന്തരമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഇക്കോസിസ്റ്റം നടത്തുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാം ജുഡീഷ്യറി. ഏതെങ്കിലും ഒരു വിധി അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണെങ്കിൽ വെരി ഗുഡ്. അവർക്ക് തിരിച്ചിട്ടുള്ള ഒരു വിധിയാണെങ്കിൽ ആ ജുഡീഷ്യറി കോംപ്രമൈസ്ഡ് ആണ്, അതിനൊന്നും ചെയ്തില്ല. രാം ജന്മഭൂമിയുടെ ഒരു വിഷയം വന്നപ്പോൾ അത്രയും നാള് നല്ല സുപ്രീം കോടതിയുടെ വലിയ ഒരു രീതിയിലേക്ക് ജഡ്ജ് ഇരുന്ന അദ്ദേഹത്തിന് ഇനി അധിക്ഷേപിക്കാൻ വേറെ ഒന്നുമില്ല. ആ രീതിയിലേക്കുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നു ആ സിസ്റ്റം മൊത്തം പോയി. അപ്പൊ ജുഡീഷ്യറിയുടെ പുറത്ത് ഇപ്പം തന്നെ അദ്ദേഹം തന്നെ അഡ്വക്കേറ്റ് നിയാസ് അദ്ദേഹം ഒരു വക്കീലായിട്ടാണ്. ഇനി ചെറിയ ഒരു തരി പോലും ഉള്ള അവർക്ക് വേണ്ടി, അതായത് സ്റ്റിൽ ഒരു എലിമെന്റ് ഓഫ് ഡൗട്ട് വെച്ചിട്ടാണ് അദ്ദേഹം ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ ഭാരതത്തിന്റെ സ്ട്രെങ്ത് ആണ് സാമ്പത്തികം. ശ്രീ അനിൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, ഇൻക്ലൂഡിങ് ശ്രീ രാജീവ് ഗാന്ധി, ശ്രീ ഇന്ദിരാഗാന്ധി, മറ്റ് പല നേതാക്കളും നമ്മളെ ഭരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നേതാവ് ഒരു വിദേശത്തു നിന്നുള്ള ഒരു രാഷ്ട്ര തലവൻ പറയാണ് നിങ്ങളുടെ എക്കോണമി ചത്ത എക്കണോമിയാന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ശരിയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഏതെങ്കിലും ഒരു നേതാവ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? അപ്പം എക്കോണമിയെ തകർക്കുക എന്നുള്ളത്, നമ്മൾ ഏറ്റവും മൂന്നാമത്തെ എക്കോണമി ആണെന്ന് ലോകത്ത് മൊത്തം അറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ലോകം മൊത്തം നോക്കുന്ന ഒരു എക്കോണമിയാണെന്ന് നമുക്കറിയാം. 6.5% GDP ഗ്രോത്ത് ഉള്ള വേറൊരു എക്കോണമി ഇല്ലാന്ന് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പറയാണ് നമ്മുടെ ചത്ത എക്കോണമിയാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അവിടെ ആ ഒരു വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമം നടത്തിയാണ്. ഇനി നമുക്ക് ലാസ്റ്റിൽ വരാം, ഇലക്ഷൻ കമ്മീഷൻ. നോക്കൂ, 2014 തൊട്ട് ഇവർ തോൽക്കുന്ന ആ ഒരു സിസ്റ്റം വന്നപ്പം ആദ്യം ഇവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ചീത്ത പറയാൻ തുടങ്ങി. അതായത് അവർ ജയിക്കുന്ന സ്ഥലത്ത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പെർഫെക്റ്റ്, പക്ഷെ അവർ തോൽക്കുന്ന സ്ഥലത്ത് അവിടെ പ്രോബ്ലം. അതിനകത്ത് ബാറ്ററി പ്രോബ്ലം, അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, അതിനകത്ത് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ പോകുന്ന അങ്ങനത്തെയൊക്കെ പ്രശ്നം. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നിരന്തരമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിയും അവരുടെ ടീമിനോട് പറഞ്ഞു, നിങ്ങൾ വരൂ, ഇതാണ് ഇലക്ഷൻ മെഷീൻ, നിങ്ങളൊന്ന് ഹാക്ക് ചെയ്ത് കാണിക്കൂ എന്ന് പറഞ്ഞു. ഇവർ ആരെങ്കിലും പോയോ? ഏതെങ്കിലും ഇവർക്കൊക്കെ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ടെക്നോക്രാറ്റ്സ് ഉള്ളതാണ്. ഏതെങ്കിലും ഒരു ടെക്നോക്രാറ്റ് ഇലക്ഷൻ കമ്മീഷൻ അവിടെ പോയിട്ട് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്ത് കാണിച്ചോ? ഇല്ല. അപ്പം ആ EVM കുറിച്ച് പറഞ്ഞ് കുറെ നാൾ കഴിഞ്ഞു, പക്ഷെ അതിന്റെ ആ രീതിയിലേക്ക് അങ്ങ് മാറി. അപ്പോഴാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. അവിടെ ശ്രീ രാഹുൽ ഗാന്ധി 2 വിഷയത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ആ 2നും ഞാൻ ഇനി വരാം. ഒന്ന്, മഹാരാഷ്ട്രയെ കുറിച്ചാണ് പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ ഏകദേശം 1 കോടിയോളം, അദ്ദേഹം പറഞ്ഞ 1 കോടിയോളം ഇൻക്രീസ് ഓഫ് വോട്ട്സ് ഉണ്ടായിരുന്നു. ആ 1 കോടി വോട്ട്സ് ഉണ്ടായതാണ് അവിടെ BJPക്ക് വളരെ വലിയൊരു വിജയം കിട്ടിയെന്നുള്ളതാണ്.
ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടെ, ഈ ഒരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോംബെയിൽ പോയിരുന്നു. അവരതിനെ തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് പറഞ്ഞത്. അത് നടന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ജുഡീഷ്യറി അടുത്ത് പോയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ള രീതിയിൽ അത് തള്ളിക്കളഞ്ഞു. ഇനി അത് പറയട്ടെ, അത് വിട്ടിട്ട് ഞാൻ അതിന്റെ കാര്യം പറയാം. ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് 1 കോടി വോട്ടേഴ്സ് എക്സ്ട്രാ വന്നെന്നാണ്. ഇനി ഞാൻ കണക്ക് പറയാം. 2024 അസംബ്ലി ഇലക്ഷനിൽ വന്നത് 9.71. ഞാൻ മറ്റേതിൽ പോകുന്നില്ല. 9,71,00,000, പിന്നെ 41,000 2089, അത് വിട്ട് 289 അത് വിട്ടാറ്. 9.71 ക്രോർസ് ആണ് അവിടെ അസംബ്ലി ഇലക്ഷനിൽ വന്നത് 2024. 2000 ലോക്സഭയിൽ ഉണ്ടായിരുന്നത് എത്ര എന്നറിയോ? 9.3. അതായത് കൂടിയത് 40 ലക്ഷം വോട്ടേഴ്സ് മാത്രമേ കൂടിയുള്ളൂ. അപ്പൊ 60% നേരെ രാഹുൽ ഗാന്ധി എഫക്ട് ആയി. 60% അത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. എവിടെ കിടക്കുന്നു 1 കോടി, എവിടെ കിടക്കുന്നു 40 lakhs. സോ അവിടെ അഗെയിൻ ഫാക്ട്സ് ആർ റോങ്. നമുക്ക് അടുത്ത വിഷയത്തിൽ വരാം. അദ്ദേഹം പറഞ്ഞു ഓരോ സ്ഥലത്തും ഈ 1 കോടി വോട്ട് വന്നത് കാരണം BJP ആണ് ജയിച്ചതെന്ന് പറയാം. ഇനി ഞാനൊരു 5 ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് പറഞ്ഞു പോവാം. അവിടെ ആരാണ് ജയിച്ചത്, എത്ര വോട്ട് കൂടി എന്നൊന്നും നമുക്ക് പറയാം. അസംബ്ലി നമ്പർ 149 മുംബ്ര കൽവ എന്നാണ് അതിന്റെ പേര്. അവിടെ വോട്ട് കൂടിയത് 41,663, 41,663. അവിടെ ജയിച്ചത് 96,288 മാർജിനിൽ. ആരാണ് ജയിച്ചത്? NCP ശിവസേനയുടെ ജിതേന്ദ്ര റവാഡ്. ഓക്കെ. ഇനി 137 അസംബ്ലി നമ്പർ ഭിവണ്ടി ഈസ്റ്റ് ജനറൽ കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. അവിടെ കൂടിയത് 37,535, ജയിച്ചത് സമാജ്വാദി പാർട്ടിയുടെ റെയ്സ് ഖസം ഷേഖ്. ഇനി വരും അടുത്തതിൽ ഖേഡാൽ വണ്ടി എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി. അവിടെ കൂടിയത് 23,989, ജയിച്ചത് മാർജിൻ എത്രയാണെന്നറിയോ? 51,743. ജയിച്ചത് ആരാണ്? ശിവസേന ഉദ്ധവ് താക്കറെ, ബാബ രാംജി. ഇനി കോൺഗ്രസിന്റെ കാര്യം തന്നെ പറയാം. കോൺഗ്രസ് അസംബ്ലി നമ്പർ 57 നാഗ്പൂർ നോർത്ത്, അവിടെ ജയിച്ചത് ഡോക്ടർ നിതിൻ കൃഷ്ണൻ റാവത്ത്. കൂടിയ വോട്ട് 23,421, ജയിച്ച മാർജിൻ എത്ര എന്നറിയോ ശ്രീ അനിൽ? 28,467. സോ ഇതുപോലെ ഒരു 50 എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ അനിലിന്റെ ഫുൾ സ്റ്റോറി വേണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ എന്താണ് പറയുന്നത്? അപ്പൊ വോട്ട് ഷെയർ ഇൻക്രീസ് ആയ അസംബ്ലിയിൽ അവരും അവരുടെ കൂടെ ഉള്ള സഖ്യകക്ഷികളും ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഹൗ ആർ ദേ സേയിങ്? എങ്ങനെയാണ് അവർ പറയുന്നത് ഇത് കോൺഗ്രസ് BJPക്ക് മാത്രമാണ്? BJPയും ജയിച്ചിട്ടുണ്ട്, അവരും ജയിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ ഫാക്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനെ എടുത്ത് ദൂരം കളഞ്ഞിട്ട് പറഞ്ഞു ഇതിന് ഒരു കരമ്പുമില്ല, ഇതിനകത്തൊരു വേസ്റ്റ് ഓഫ് ടൈം ആണ്. ഇനി നമുക്ക് ഇനി വരാം ബാംഗ്ലൂരിൽ, ഇവിടെ കർണാടകയിൽ. ആൻഡ് ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കുക. മഹാരാഷ്ട്രയിൽ ഈ ബൂത്ത് ലെവൽ ഏജന്റ്സ്, നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസും പറഞ്ഞിരുന്നു. ഈ ബൂത്ത് ലെവൽ ഏജന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ബൂത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000-1200 പേരാണ് ഉള്ളത്. എല്ലാ പാർട്ടിക്കാരും അവരവരുടെ ഈ ബൂത്ത് ലെവൽ ഏജന്റ്സ് താഴെ തട്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കാണും. അപ്പൊ ഒരു ബൂത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 5-6 അല്ലെങ്കിൽ മാക്സിമം 10 പേരൊക്കെ വേണമെന്നാണ് പറയുന്നത്. പക്ഷേ 1-2 പേര് ഡെഫിനറ്റ്ലി കാണും. ഈ 2-3 പേര് അടങ്ങുന്ന ഈ ടീമില് അവർക്ക് ആ 1000 പേരെ അറിയാം. 1000 പേര് ഏകദേശം 300 വീടേ ഉള്ളൂ, ആ ലോക്കൽസ് ആണ്. അപ്പം മഹാരാഷ്ട്രയിൽ ഇവർക്ക് ടോട്ടൽ BLA ഉണ്ടായിരുന്നത് 1,08,226 അതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 28,420 ബൂത്ത് ലെവൽ ഏജന്റ്സ് ഉണ്ടായിരുന്നു. അവിടെ ഈ 28,420 ബൂത്ത് ലെവൽ ഏജന്റ്സ് ഇത്രയും വോട്ട് കൂടി അല്ലെങ്കിൽ എക്സ്ട്രാ വോട്ടുകൾ വന്നെന്ന് ആരും എന്തെങ്കിലും പറഞ്ഞോ? അവിടെയും പറഞ്ഞിട്ടില്ല. സോ അതാണ് അതിന്റെ ഫാക്ട്സ്. നൗ കം ടു, നമുക്ക് ഇനി ബാംഗ്ലൂരിലേക്ക് വരാം അല്ലെങ്കിൽ കർണാടകയിൽ വരാം. കർണാടകയിൽ അദ്ദേഹം ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കാര്യം പറഞ്ഞു. മഹാദേവപുരം തന്നെ വരാം. മഹാദേവപുരയിൽ അദ്ദേഹം പറഞ്ഞു അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവിടെ ഒരു ഫാക്ട് ചെക്ക് ഉണ്ട്. ആ ഫാക്ട് ചെക്ക് എന്താ പറഞ്ഞത്? 8 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 1 മാത്രമാണ് BJP ജയിച്ചത്, ബാക്കി 7 കോൺഗ്രസ് ജയിച്ചിട്ട് ഞങ്ങൾ തോറ്റു. ദാറ്റ്സ് റോങ്, അത് തെറ്റാണ്. 4 അസംബ്ലി സെഗ്മെന്റ്സിൽ കോൺഗ്രസും 4 അസംബ്ലി സെഗ്മെന്റ്സിൽ BJPയും ജയിച്ചു. അതാണ്. അപ്പൊ അഗൈൻ ഫാക്ച്വലി റോങ് ആണ്. ഇത്രയും സ്റ്റഡി ചെയ്ത് ഇത്രയും വലിയ പ്രസന്റേഷൻ ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ എങ്ങനെ തെറ്റുപറ്റാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ പറയാൻ സാധിക്കും അത്? ഇനി അങ്ങനെ ഒരു വാദത്തിലേക്ക് വേണ്ടി നമ്മൾ ഒന്ന് സമ്മതിച്ചു തരാം. ഓക്കെ, അവിടെ ഒരു സെഗ്മെന്റിൽ BJPക്ക് അത്രമാത്രം വോട്ട് കടന്നു. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ ധുലെ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ മഹാരാഷ്ട്ര, അവിടെ ഞാൻ ഒരു കണക്ക് ഞാൻ മാത്രം പറയാം. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്താ നടന്നത്? അവിടെ ടോട്ടൽ 6 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. 6 കോൺസ്റ്റിറ്റ്യുവൻസിൽ 5 BJP ജയിച്ചു.
ഇനി 6ാം കോൺസ്റ്റിറ്റ്യൂൻസി, അതായത് മാലേഗാവ് സെൻട്രൽ, അവിടെ BJP കിട്ടിയ വോട്ട് എത്രയെന്നറിയോ? 4542. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് കിട്ടിയ എത്രയെന്നറിയോ? 1,98,869. ഡിഫറൻസ് ഓഫ് 1,94,000 വോട്ട്സ്. ജയിച്ചതാരാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4710. അതായത് 6ൽ 5 സ്ഥലത്തും BJP ജയിച്ചിട്ട് ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, അത് 1,98,000 അത്രയും ഒരു മാർജിനോട് ജയിച്ചു. അപ്പൊ അവിടെ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, വോട്ട് എണ്ണി വരുമ്പോൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ പെട്ടെന്ന് എന്താ വോട്ട് മാറുന്നത്? അതൊക്കെ അവിടുത്തെ ഡെമോഗ്രഫി, അതൊക്കെ അവിടുത്തെ പോളിറ്റിക്സ്, അതൊക്കെ അവിടുത്തെ ഒരു ലോക്കൽ ഡൈനാമിക്സ് ആണ്. അത് ഇവിടെ കോൺഗ്രസിന് അറിഞ്ഞിടാത്തൊന്നുമല്ല, പക്ഷെ അതൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്തിനാണ് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ല, ദർ ഇസ് എ സിസ്റ്റം, ദർ ഇസ് എ മെത്തഡ് ഇൻ ദ മാഡ്നസ്. എന്തിനാണ്? അതായത് വിശ്വാസമില്ലായ്മ സൃഷ്ടിക്കുക. ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല, അപ്പൊ ഞങ്ങൾ ഇനി ഒരു വിശ്വാസ ഇല്ലായ്മ സൃഷ്ടിക്കുക. അപ്പം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ട വാദങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയും. പക്ഷെ ഇവർ BJP അത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി B ടീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ വന്ന് ഇവിടെ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറയും എന്തൊക്കെയാണ് അതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഇപ്പം ആ മഹാദേവ് പൂരയുടെയും ഒരു ഫാക്ടറൂടെ ഞാൻ പറഞ്ഞുതരാം, അതും ആളുകൾ അറിഞ്ഞിരിക്കണം. അതായത് മഹാദേവ് പൂരയുടെ നമുക്ക് 2009 തൊട്ട് തുടങ്ങാം. അപ്പൊ പ്രശ്നമുള്ളത് 2009 കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. 2009 മഹാദേവ് പുരയിൽ BJPയുടെ വോട്ട് ശതമാനം 45%, കോൺഗ്രസിന്റെ 39%. 2014 വന്നപ്പം BJPയുടെ 45 നിന്ന് 55% കൂടി, കോൺഗ്രസിന്റെ 39 നിന്ന് 34 കുറഞ്ഞു. ഇനി 2019 വന്നപ്പം BJPയുടെ 55% നിന്ന് 59% വീണ്ടും കൂടി. അവിടെ കോൺഗ്രസിന്റെ 34 തന്നെ നിന്നു. 2024 വന്നപ്പം BJPയുടെ 59 നിന്ന് 64% കൂടി, കോൺഗ്രസിന്റെ 34% 32% വന്നു. അപ്പൊ ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് BJPയുടെ വോട്ട്. 2009 തൊട്ട് നമുക്കിപ്പോ 2024 വരെയുള്ള കണക്ക്. അപ്പൊ വേർ ഇസ് ദ ഡ്രാസ്റ്റിക് ജംപ്? എവിടുന്നാണ് ആ ഡ്രാസ്റ്റിക് ജംപ് വരുന്ന മഹാദേവ്പുരയിൽ? സോ അത് ഒരു കാര്യമേ അല്ല. ഇനി ഇലക്ഷൻ കമ്മീഷൻ നിരന്തരമായിട്ട് ശ്രീ രാഹുൽ ഗാന്ധിക്ക് കത്തയക്കുന്നുണ്ട്, ഇമെയിൽ അയക്കുന്നുണ്ട്. അവര് ഈ എന്താ പറയുക, ഈ ഒരു ഇൻസിഡന്റ്, ഇന്നലെ നടന്ന പ്രസ് കോൺഫറൻസിന് മുമ്പ് കർണാടകയിൽ നിന്ന് അവിടെ പോയിരുന്നു. അവർ ഇലക്ഷൻ കമ്മീഷനെ കണ്ടിരുന്നു. ഞങ്ങൾക്കൊരു ഡേറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾ 8ാം തീയതി, അതായത് ഇന്ന് വരൂ എന്ന് പറഞ്ഞു, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ന് വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ ആ പ്രസ് കോൺഫറൻസ് നടത്തിയത്. ഇതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ മുൻപും ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞപ്പം ഇമെയിലൂടെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്ന ആളുകളുമായിട്ട് നിങ്ങൾ വരൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു. അവരാരും പോയിട്ടില്ല. അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ വിളിക്കുമ്പം പോകാറില്ല. ഇമെയിലിന് കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷനായിട്ട് ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനോ ഇതേവരെ അവർ പോയിട്ടില്ല. അതാണ് അതിന്റെ സത്യം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഒരു വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ അനിൽ. അത് നമ്മൾ കൊച്ചാക്കി കാണാൻ പറ്റില്ല. ബാക്കിയെല്ലാം രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ശ്രീ രാഹുൽ ഗാന്ധി ആ പ്രസ് കോൺഫറൻസ് ഇന്നലെ പറയുകയാണ്, അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ഒഫീഷ്യൽസിൽ പറയാണ്, ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങൾ നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളിൽ ഒരാളെ പോലും ഞങ്ങൾ വെച്ചിരിക്കുന്നത്. എന്താണത്? ഏത് ഭാഷയാണത്? ഇതെന്താണിത്? അദ്ദേഹത്തിന് തന്നെ മുൻകാലങ്ങളിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജനിച്ചത് ഒരു സിസ്റ്റത്തിലാണെന്ന്. അദ്ദേഹം ജനിച്ചത് സിസ്റ്റത്തിലാണ്. പക്ഷെ നമ്മളാരും ജനിച്ചത് സിസ്റ്റത്തിലല്ല. നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ജനിച്ചിട്ടുള്ളത്. എനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ തന്നെയാണ് ശ്രീ അനിലിനും ആപ്ലിക്കബിൾ, ശ്രീ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നിയാസിനും ആപ്ലിക്കബിൾ, ഡോക്ടർ മോഹൻ വർഗീസിനും ആപ്ലിക്കബിൾ, ശ്രീ രാഹുൽ ഗാന്ധിക്ക് ആപ്ലിക്കബിൾ, പ്രൈം മിനിസ്റ്റർ മോദിക്ക് ആപ്ലിക്കബിൾ. എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ഞാൻ അധികാരത്തിൽ വന്നത് ഞാൻ നിങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യാൻ, നിങ്ങൾ ഏത് രീതിയിലുള്ള ഒരു ധംകിയാണത്? അല്ലെങ്കിൽ ഇന്ത്യയിൽ പറഞ്ഞ ധംകിയാണത്, ഒരു ത്രെട്ട് എന്നാണത്. ഒരു പ്രതിപക്ഷ നേതാവിന് അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഒരു ഭരണഘടന അട്ടിമറിയല്ലേ അത്? ഇനി അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു ലാസ്റ്റ് പോയിന്റ്, ഇലക്ഷൻ കമ്മീഷൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് പരാതിയുണ്ട്, ഓക്കെ, ആ പരാതിക്ക് തന്നെ അവര് കൊടുത്തിരുന്നു അതിന്റെ റിപ്ലൈ. അതായത് ഇവർക്ക് ഡ്രാഫ്റ്റ് ഇലക്ട്രോൾ റൂൾസ് നവംബറിൽ കൊടുത്തു, ഒരൊറ്റ പരാതിയില്ലായിരുന്നു. ജനുവരിയിൽ കൊടുത്തു, ഒരൊറ്റ പരാതി ഇല്ലായിരുന്നു. 30 ദിവസത്തിന്റെ പീരീഡ് ഉണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട്, ഒരൊറ്റ പരാതി കോടതിയിൽ പോയിട്ടില്ല. ഇപ്പോഴാണ് അവർ അതിന്റെ പറയുന്നത്. അതിന്റെ അവർ ഫാക്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എനിവേ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പരാതി കൊടുക്കുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം, എപ്പോൾ വേണമെങ്കിലും പരാതി കൊടുക്കാം. പക്ഷെ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. എന്താണ് ആ പ്രൊസീജിയർ? അതെല്ലാം റൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റൂൾസ് ഒരേപോലത്തെ റൂൾസ് ആണ്. ഏതാണ് ആ റൂൾസ്? ആ റൂൾസ് രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രോൾസ് റൂൾ 1960, 1960 ബഹുമാനപ്പെട്ട പണ്ഡിറ്റ് നെഹ്റു ഉണ്ടാക്കിയ റൂളാണ്. ആ റൂളിനകത്ത് സെക്ഷൻ 23B
നിങ്ങൾക്ക് എന്ത് എവിഡൻസ് കൊടുത്താലും അത് നിങ്ങൾ ഇറ്റ് വിൽ ബി ഗിവൺ ആസ് ആൻ ഓത്ത്, അഡ്മിനിസ്റ്റർ ആൻ ഓത്ത് ഫോർ ദ പർപ്പസ്. അത് വളരെ സിമ്പിൾ ആണ് ശ്രീ അനിൽ. നമ്മളിപ്പോ പാർലമെന്റിൽ പക്ഷെ ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത് എന്റെ വാക്കാണ് ഓത്ത്. ഇതെന്തോ ഇത് നമ്മളില്ല പണ്ടത്തെ രാജാക്കന്മാരൊക്കെ പറയുന്ന പോലെയാണ്. അതായത് എന്റെ വാക്ക് തന്നെയാണ് എന്റെ വില. അങ്ങനാണോ ഒരു ജനാധിപത്യത്തിൽ പറയാൻ സാധിക്കുക? എന്റെ വാക്ക്, അങ്ങയുടെ വാക്കിന് നമ്മൾ ബഹുമാനം തരുന്നു, പക്ഷെ അത് നിയമത്തിന്റെ കണ്ണിൽ അതൊരു വാക്ക് മാത്രമായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതേ കാര്യം നമ്മൾ പാർലമെന്റിൽ നടത്തുകയാണെങ്കിൽ ഒരു ഒബ്ജക്ഷൻ ഒരു മറ്റൊരു മെമ്പർ കൊടുക്കുകയാണ്, എന്താണ് അവിടെ പറയുക? ഐ വിൽ പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ് എന്ന് പറയാറുണ്ടല്ലോ. ഞാൻ അത് ഐ വിൽ പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ്. അത് തന്നെയല്ലേ ഇവർ പറയുന്നത്? യു പ്ലേസ് ഇറ്റ് ഓൺ റെക്കോർഡ് എന്നാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അത് എന്തുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ചെയ്യുന്നില്ല? എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് ഇത്രയും കൺവിൻസ്ഡ് ആണ്? ഞാനും പറയുന്നത് അത് നല്ല കാര്യമാണ്. ലെറ്റ് ഹിം ബ്രിങ് ഓൾ ദ ഫാക്ട്സ് ടു. എന്തുകൊണ്ട് അത് സൈൻ ചെയ്യുന്നില്ല? അത് എന്റെ വാക്കുകളാണ് ഓത്ത് എന്നുള്ളത് തെറ്റാണ്, വാക്കുകളല്ല. ശ്രീ അംബേദ്കർ ജിയുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ള വാക്കുകളാണ് നമുക്ക് ബാധകം, അല്ലാതെ ആരെങ്കിലും പറയുന്നവരുടെ വാക്കല്ല നമുക്ക് ബാധകം. അതാണ് ഞാൻ ഇതിനകത്ത് ഈ ഒരു കാര്യം കൂടെ പറയും. ഇനി ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ആ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ശ്രീ അനിൽ. 2001 ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ശ്രീ MS ഗിൽ 2004 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ജോയിൻ ചെയ്ത് രാജ്യസഭ മെമ്പറായി. അദ്ദേഹം വീണ്ടും രാജ്യസഭ മെമ്പറായി. അദ്ദേഹം എന്നിട്ട് നമ്മുടെ യൂണിയനിലെ സ്പോർട്സ് മിനിസ്റ്ററായ ചരിത്രവും നമുക്കുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, 2014 മുൻപ് എനിക്ക് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നിയാസിന് അടുത്ത് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായം എടുത്തിട്ടാണോ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിയമിച്ചിട്ടുള്ളത്? ഇപ്പം സുപ്രീം കോടതി പറഞ്ഞിട്ടാണെങ്കിൽ തന്നെയും ഇപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം കൂടെ എടുത്തിട്ടാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നമ്മൾ നിയമിക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു ട്രാൻസ്പെറൻസി എന്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് നമ്മൾ ചെയ്തില്ല? അപ്പൊ ഈ ഇരട്ടത്താപ്പ് പറയുമ്പം അതെല്ലാം പറയണം. അതായത് ജനാധിപത്യത്തിനെ കുറിച്ച് പറയുമ്പം ജനാധിപത്യത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ പ്രിസർവ് ചെയ്യാനും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുണ്ട്. അത് തന്നെയാണ് BJPക്കും പറയാനുള്ളത്. ഓക്കെ.